അതിജീവനത്തിനായി സമരം നടത്തുന്ന ആശാ വർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാർ. പ്രതിഷേധ സമരം 13ാം ദിവസത്തിലേക്ക് എത്തിയിട്ടും ചർച്ചയ്ക്കും പ്രശ്നപരിഹാരത്തിനും സർക്കാർ തയ്യാറാകുന്നില്ല. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് കൂടി ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചതോടെ ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അതിജീവന സമരം നടത്തുന്ന ആശാ വർക്കർമാർ അവരെ തിരിഞ്ഞു നോക്കാതെ സർക്കാർ അവഗണിക്കുകയാണ്. പ്രതിഷേധ സമരം അത് 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ടും ചർച്ചയ്ക്കോ പ്രശ്നപരിഹാരത്തിനോ സർക്കാർ തയ്യാറാകുന്നുമില്ലല്ലേ? നിഖിലെ, അത്തരത്തിൽ തന്നെയാണ്. 13 ദിവസം കടന്നുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലെ ഈ സമരം. അതിജീവനത്തിന്റെ സമരമാണ്. കഴിഞ്ഞ 13 ദിവസമായി രാപ്പകലുകൾ അവരിവിടെ സമരം ഇരിക്കുകയാണ്. പട്ടിണിക്കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് സമരം സർക്കാരിന് മുൻപിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ മുൻവശത്ത് തന്നെയാണ് ഈ ഒരു സമരം 13ാം ദിവസവും പിന്നിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ വിരമിച്ചു പോകുമ്പോൾ 5 ലക്ഷം രൂപ പരിരക്ഷ ഉറപ്പുവരുത്തുക, ജോലിഭാരം കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ, നിസ്സാര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ ആശാ വർക്കർമാർ കടന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ സമരത്തോട് നോക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാനോ സർക്കാർ തലത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരെ കാണാനോ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നില്ല. ശ്രമം നടത്തിയ ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെത്തിയപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സഹന സമരമാണ്. ആ സഹന സമരത്തിന് മുഖ്യമന്ത്രി വിചാരിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ പരിഹാരം കാണേണ്ട കാര്യത്തിന് കൃത്യമായി പരിഹാരം കാണാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നില്ല. അവിടെ PSC ഉദ്യോഗസ്ഥരുടെയും ചെയർമാന്റെയും ശമ്പളം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ മറ്റ് നടപടികളും ആർഭാടവും കാണിക്കാനാണ് സർക്കാർ സമയം കണ്ടെത്തുന്നത് എന്നുള്ളൊരു രൂക്ഷമായ ഭാഷയിലുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത്. സമാനമായി തന്നെ വിമർശനമാണ് ഈ സമരം നടത്തുന്ന ഓരോ ആശാ വർക്കർമാർ നടത്തുന്നത്. ഏകദേശം 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരാണ് പണി മുടക്കിക്കൊണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും. അതിജീവനത്തിന്റെ സമരമാണ്. അതുകൊണ്ട് തന്നെ തീരുമാനമാകാതെ ഈ സമരപ്പന്തലിൽ നിന്നും തങ്ങൾ പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്കാണ് ഈ ആശാ വർക്കർമാർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരോട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ, ചേച്ചി, ഇന്നിപ്പോൾ 13ാം ദിവസത്തിലേക്ക് സമരം എത്തി, പരിഹാരം കാണാതെ പോകില്ല എന്നുള്ളതാണ്. തീർച്ചയായും. പിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഈ പൊരിവയിൽ തിരിഞ്ഞ് കഷ്ടതയെല്ലാം സഹിച്ചത് ഞങ്ങളുടെ ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ റൈറ്റ്സ് ആണ്, അല്ലാതെ ആരോ ഒന്നും പിടിച്ചു വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതല്ല. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ എല്ലാവർക്കും. അതായത് ജീവിക്കാനും നമുക്ക് മാന്യമായ വസ്ത്രം ധരിക്കാനും നടക്കാനും ഒക്കെ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൽ പെടുന്നതാണ്. അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സർക്കാർ തന്നേ പറ്റൂ. 13 ദിവസമായി ഇതുവരെ സർക്കാർ നിങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്കോ തയ്യാറാകുന്നില്ല. തൊട്ടു പിന്നിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണാം. എന്താണ് അവർ ഇതിൽ നിന്ന് സ്വീകരിക്കുന്ന നടപടി, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്? മുഖ്യമന്ത്രി അവരുടെ ഗവൺമെന്റിന്റെയും നടപടി ഇപ്പം നമ്മുടെ ഈ 2 ദിവസം മുമ്പ് PSC ചെയർമാന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു. കേരള ഹൗസിൽ താമസിക്കുന്ന KV തോമസ് അല്ലേ, പുള്ളിക്കാരൻ്റെ ശമ്പള വർധന അലവൻസ് എല്ലാം കൂടെ വർദ്ധിപ്പിച്ചു 11 ലക്ഷം കൊണ്ടായി. അപ്പം നമ്മൾ ഒരു PSC ചെയർമാന്റെ ഒരു മാസത്തെ ശമ്പളം 5 ലക്ഷം. ആ ഒരു ആനുകൂല്യമാണ് ഒരാശ 10-20 വർഷക്കാലം ഈ ഗവൺമെന്റിന് സർവീസ് ചെയ്ത് കൊടുത്തിട്ട് അവർ റിട്ടയർമെന്റ് ആയി പോകുമ്പോൾ അതിലും ഒരു മാസം ശമ്പളമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, 5 ലക്ഷം രൂപ. അത് വർഷത്തിൽ ഒരു 50 ആശയൊന്നും പിരിയത്തില്ല. കൂടിപ്പോയ ഒരു 10-20 പേര് അങ്ങനെ പോകുകയാണെങ്കിൽ 1 കോടി രൂപ കൊണ്ട് അവർക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചോദിക്കുന്ന മിനിമം വേതനം 700 രൂപ വെച്ചിട്ടാണ് 21,000 ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ സംസ്കാരമാണ് നമുക്കുള്ളത്. നമുക്കിവിടെ ഒന്നും വ്യവസായമൊന്നുമില്ല, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് അരിയോ പച്ചക്കറിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കർണാടകയോ തമിഴ്നാടിനെ ആന്ധ്രയെ ആശ്രയിക്കുന്നവരാണ്. നമുക്കിവിടെ ഒന്നും ഉൽപ്പാദനമില്ല. 1 കിലോ തേങ്ങയുടെ വില 85 രൂപയായി, 1/2 കിലോ സാമ്പാർ പരിപ്പിൻ്റെ വില 85ആയി. ഇതുപോലെ നമ്മൾ അമ്മമാരൊക്കെ അത് അറിയുള്ളൂ. സാധനം കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു നേരമെങ്കിലും നല്ല ഫുഡ് കൊടുക്കണമെന്നില്ലേ? സമരം തുടങ്ങി 13 ദിവസം പിന്നിടുമ്പോഴും നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിക്കുള്ള സൂചനകളും ചില ചർച്ചകളും നടക്കുന്നുണ്ട്. പേടിയുണ്ടോ ഇവിടുന്ന് പോകുമ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? പേടിയേ ഇല്ല. നമുക്കിതേ കൊണ്ട് ഇത്രയും ദിവസം നമ്മൾ 13 ദിവസം നമ്മളിവിടെ കിടന്ന് രാപ്പകൽ സമരം നടത്തുവാണെങ്കിൽ നമുക്കിതേ കൊണ്ട് ഒരു പേടിയുമില്ല. മുന്നോട്ട് പോകും. എന്ത് പേടി? മുന്നോട്ട് പോകും സമരം. മുന്നോട്ട് സമരം നമ്മുടെ എന്ത് ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ.
പറയുന്നത് പോലെ തന്നെയാണ്. കാരണം 26,000-ഓളം വരുന്ന ആളുകളുണ്ട്. ആ ആളുകളെ എല്ലാം ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ്. കാരണം അവർ ആവശ്യപ്പെടുന്നത് നമുക്ക് പിന്നിൽ കാണാം. ഈ ബോർഡിൽ 21,000 രൂപ എന്ന തുച്ഛമായ ശമ്പളം അവർക്ക് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ ആശാവർക്ക് വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അവർക്കൊരു പരിരക്ഷ ഉറപ്പുവരുത്തുക. കാരണം വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഓരോ വീടുകളിലും ഓരോ അസുഖക്കാരുടെയും അടുക്കിലേക്ക് എത്തി അവർക്ക് വേണ്ട പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നവരാണ്. നിപ്പ സമയത്ത് കേരളത്തിന്റെ കൈത്താങ്ങായവരാണ്. കൊറോണ സമയത്ത് മാസ്കും സാനിറ്റൈസറും ഒക്കെയായി ഓരോ വീടുകളും അവരുടെ കുടുംബത്തെ പോലും നോക്കാതെ കയറി ഇറങ്ങിയ സാധാരണ ജനങ്ങളാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇത്തരത്തിൽ സർക്കാരിന് മുൻപിൽ കൈനീട്ടിക്കൊണ്ട് സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിൽ മുഖ്യമന്ത്രി പരിഹാരം കണ്ടില്ലെങ്കിൽ മരണം വരെയും സമരം ചെയ്യുമെന്നുള്ള തീവ്രമായിട്ടുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഈ ആശാ വർക്കർമാർ ഇവിടെ തുടരുന്നത്. നിഖിൽ, ായി സമരം നടത്തുന്ന ആശാവർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ. പ്രതിഷേധ സമരം 13ാം ദിവസത്തിലേക്ക് എത്തിയിട്ടും ചർച്ചയ്ക്കും പ്രശ്നപരിഹാരത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് കൂടി ആശാവർക്കർമാർ പ്രഖ്യാപിച്ചതോടെ ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സമരക്കാർക്കൊപ്പം എസ് ശാലിനി.